നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പടവലം റിങ്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, പടവലത്തിൻ്റെ ഒരു ഷേപ്പ് നല്ല റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ നമ്മളത് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കളഞ്ഞെടുത്ത്, കുരുവൊക്കെ കളഞ്ഞെടുത്ത് നല്ല ആ ഒരു ഷേപ്പിൽ വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബാറ്ററിൽ മുക്കി പൊരിക്കുന്ന ഒന്നാണ്. നമുക്ക് വേണമെങ്കിൽ പടവലം ബജ്ജി എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു പടവലം റിങ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു പടവലം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഒരുപാട് അങ്ങ് തിക്നെസ് വേണ്ട, നമുക്കിത് വെന്ത് വരണമല്ലോ, അതുകൊണ്ട് ആ ഒരു തിക്നെസ്സിൽ ഈ കാണുന്ന തിക്നെസ്സിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, നല്ല ജീരകം എന്ന് പറയില്ല, അതാണ് കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്, ആ ജീരകമാണ് എടുത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ. അതുപോലെ ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം എടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. അപ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് കടലമാവ്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ചേർത്തിരിക്കുന്നത് ജീരകം ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കായപ്പൊടി, പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിഞ്ച്, അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു എരിവിനനുസരിച്ച് 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ, 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാലും മതി. അപ്പോൾ അത്രയും ഞാൻ ഇങ്ങനെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പാകമായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റാണ്. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആവരുത്, കാരണം ആ ഒരു പടവലത്തിൻ്റെ ആ റിങ്ങിൽ ഈ ഒരു ബാറ്റർ നന്നായിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ റിങ്ങായിട്ട് ഇതിലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബാറ്ററിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുത്ത് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റിങ്സ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചു, അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏത് സാധാരണ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പടവലം നമ്മൾ പച്ചയായിട്ടല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അപ്പോൾ പടവലം ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബാറ്ററിൽ റിങ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഓയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 ഭാഗം ഒന്നായിട്ട് വരണം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ള റിങ്സ് കൂടി നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവല റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. പിന്നെന്താ, നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസായി അറിയിക്കണം. അതുപോലെ തന്നെ രുചികരം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അടുത്ത് കാണുന്നൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലത്തെ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.